2026 ഫെബ്രുവരി 12-ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ബംഗ്ലാദേശ് വീണ്ടും ചോരക്കളമായി മാറുകയാണ്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ബംഗ്ലാദേശ് വിടാൻ നിർദ്ദേശിച്ചും കഴിഞ്ഞു. അവാമി ലീഗിന്റെ ഓഫീസും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും എല്ലാം അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന സർക്കാർ ഓഫീസുകളിലും പ്രതിഷേധക്കാർ കയ്യേറിക്കഴിഞ്ഞു. പെട്ടെന്നുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വഴിവെച്ചത് ബംഗ്ലാദേശിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ് സിംഗപ്പൂരിൽ ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി നേതാവ് ഒസ്മാൻ ഹാഹിദിന്റെ മരണമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ധാക്കയിലെ പള്ളിയിൽ നിന്നും പോകുന്നതിനിടെ 32-കാരനായ ഷെരീഫ് ഒസ്മാൻ ഹാദിക്ക് വെടിയേറ്റത്. ചെവിയിലാണ് ഹാദിക്ക് പരിക്കേറ്റിരുന്നത്. എന്നാൽ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചിട്ടും ഹാദിയയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഷെയ്ഖ് ഹസീനയെ താഴെയിറക്കിയ ശേഷം ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സമരത്തിലൂടെ ഉയർന്നുവന്ന ഹാദിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റ ഹാദിയെ തിങ്കളാഴ്ചയാണ് സിംഗപ്പൂരിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. എന്നാൽ ബംഗ്ലാദേശിൽ ഹാദിയയുടെ മരണത്തിന് പിന്നാലെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു കഴിഞ്ഞു. ധാക്കയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി തെരുവിലേക്ക് ഇറങ്ങിയത്. പിന്നാലെ അവാമി ലീഗ് ഓഫീസിന് തീയിടുകയായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ഇന്ത്യൻ നയതന്ത്ര ഓഫീസിന് സമീപത്തും പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരിൽ പലരും ഇന്ത്യക്കെതിരായും ഷെയ്ഖ് ഹസീനയ്ക്കെതിരായുമുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. മാത്രമല്ല, ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസ്താവനകളും പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ 1971-ലെ വിമോചന യുദ്ധകാലത്തെ ഭീകരതയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്തിന്റെ വിമോചന പാരമ്പര്യത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 1971-ൽ നടന്ന ചരിത്രപരമായ അതിക്രമങ്ങളെക്കുറിച്ചും ലോകം തിരയുകയാണ്. 1971-ൽ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയ്ക്കെതിരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആസൂത്രിതമായ അടിച്ചമർത്തൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ 1971 മാർച്ച് 25-ന് ആരംഭിച്ച സൈനിക നടപടിയിൽ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാധാരണക്കാർ എന്നിവർ വ്യാപകമായി ലക്ഷ്യം വയ്ക്കപ്പെട്ടു. ഈ സംഘർഷത്തിനിടയിൽ മരിച്ചവരുടെ എണ്ണം 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണെന്നാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബംഗാളി സ്വത്വത്തെയും സ്വാതന്ത്ര്യദാഹത്തെയും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിച്ചിരുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആക്രമിക്കപ്പെടുകയായിരുന്നു അന്ന്. വീടുകൾക്ക് തീയിട്ടും നിഷ്കളങ്കരായ ജനങ്ങളെ വധിച്ചും ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചും യുദ്ധാനന്തരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കൂട്ടക്കുഴിമാടകങ്ങൾ ഈ കൊലപാതകങ്ങൾക്ക് സാക്ഷിയായിരുന്നു. വിമോചന യുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കപ്പെട്ടത് ഹിന്ദു ന്യൂനപക്ഷങ്ങളെയായിരുന്നു. അവർ ഇന്ത്യയോടും ബംഗാളി ദേശീയതയോടെയും കൂറുള്ളവരാണെന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ തെറ്റായ ധാരണയാണ് ക്രൂരമായ അക്രമങ്ങളിലേക്ക് നയിച്ചത്. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും കുടുംബങ്ങൾ പിഴുതെറിയപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏകദേശം 8 മുതൽ 10 ദശലക്ഷം ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു. യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ബംഗ്ലാദേശിന്റെ ഭാവി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ പ്രമുഖ ബുദ്ധിജീവികളെ വധിക്കാൻ നീക്കമുണ്ടാവുകയും ചെയ്തു. 1971 ഡിസംബർ 14-ന് പ്രൊഫസർമാർ, ഡോക്ടർമാർ, പത്രപ്രവർത്തകർ, എഴുത്തുകാർ എന്നിവരെ അവരുടെ വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് വധിക്കുകയാണ് അവർ ചെയ്തത്. സ്വതന്ത്രമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിവുള്ള പ്രതിഭകളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ഗൂഢലക്ഷ്യം. ഇതിന്റെ ഓർമ്മക്കായി ബംഗ്ലാദേശ് എല്ലാ വർഷവും ഡിസംബർ 14 രക്തസാക്ഷി ദിനമായി ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് സഹായവുമായി റസാക്കറുകൾ, അൽ ബദൽ, അൽ ഷാംസ് തുടങ്ങിയ പ്രാദേശിക സായുധ സംഘങ്ങളും പ്രവർത്തിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇവർ അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒറ്റിക്കൊടുക്കുകയും പീഡനമുറകളിൽ സൈന്യത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇത് സമൂഹത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ യുദ്ധക്കുറ്റവാളികളെ കണ്ടെത്തുവാനും ശിക്ഷിക്കാനുമുള്ള നിയമനടപടികൾ സ്വീകരിക്കാനും ബംഗ്ലാദേശിന് സാധിച്ചിരുന്നില്ല. അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ പശ്ചിമ ബംഗാൾ, ത്രിപുര, ആസാം തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിലൊന്നായിരുന്നു ഇത്. ഈ മാനുഷിക ദുരന്തം നേരിടാൻ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായതും ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു.